ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് പിന്നെയും കളിക്കാൻ പോകുന്നത് കാർ ഡ്രൈവിംഗ് മോഡ്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ 2 പാർട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഗെയിം 3ാമത്തെ പ്രാവശ്യമാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്നൊരു ടാക്സി ഡ്രൈവറായിട്ട് ആൾക്കാരൊക്കെ കയറ്റി നടക്കാം കേട്ടോ ഗൈസ്. അതിന് നമുക്ക് ടാക്സി ആക്കാൻ പറ്റിയൊരു വണ്ടി വേണം. നമുക്കൊരു ടാക്സി ആക്കാൻ പറ്റിയൊരു വണ്ടി ഏതെങ്കിലും ഉണ്ടാവും ഇതിനകത്ത്. ഈ ഗെയിമിൽ തന്നെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഗൈസ്. നമുക്ക് ഈ സൂപ്പർ കാർസ് ഒന്നും വേണ്ട, നമുക്ക് ഇതിലൊരു സാധാ വണ്ടി മതി. ഈ വണ്ടി വലിയ കുഴപ്പമില്ല ഗൈസ്, ഇത് നമുക്ക് മേടിക്കാം. എന്നിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് മോഡിഫൈഡ് ചെയ്ത് കാണുമ്പോൾ ഒരു ടാക്സി പോലെ തോന്നണം വണ്ടി. നമുക്ക് വണ്ടി മഞ്ഞ കളർ അടിക്കാം. ഈ മ്യൂസിക് നമുക്ക് ഓണാക്കാം. കോപ്പിറൈറ്റ് ഇട്ടാവോ ഇല്ലാന്ന് തോന്നുന്നു. സൗണ്ട് കുറച്ച് വയ്ക്കാം. ഓക്കെ ഗൈസ്, നമുക്കിങ്ങനെ വണ്ടി മഞ്ഞ കളർ അടിക്കാം. ഫുൾ ബ്രൈറ്റ് മഞ്ഞായിരിക്കണം. ഓക്കെ, കുറച്ചും കൂടെ വേണം. ഗൈസ്, ഈ മഞ്ഞ മതിയാവും. ഓക്കെ, 2500 രൂപയാണ് കളറടിക്കാൻ. നമ്മുടെ കയ്യിലും ഇഷ്ടം പോലെ അൺലിമിറ്റഡ് മണിയല്ലേ ഗൈസ് ഇരിക്കണേ. ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അലോയ് നമുക്ക് മാറ്റണ്ട ഗൈസ്. ഈ അലോയ് നല്ല അലോയാണ്. ഈ വണ്ടിക്ക് നല്ല നീട്ടമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ടാക്സിയുടെ ഇത് വയ്ക്കാം. ഓക്കെ, ഇപ്പം കുഴപ്പമില്ല. പക്ഷേ ഗൈസ്, എനിക്കിത് കണ്ടിട്ടൊരു ഇന്ത്യൻ ടാക്സിയുടെ ലുക്ക് കിട്ടില്ല. ഇത് നമ്മുടെ വിദേശ രാജ്യത്തൊക്കെ ഉള്ള ടാക്സി പോലെയാണ് എനിക്ക് തോന്നണത്. നമുക്ക് ഇന്ത്യൻ ടാക്സി വേണം. നമുക്ക് ഇന്ത്യൻ ടാക്സി ആക്കാൻ പറ്റിയൊരു വണ്ടി വേണം കേട്ടോ ഗൈസ്. ഈ വണ്ടി ആക്കിയാലോ ഗൈസ്. നമുക്ക് വേണ്ട, അത് സൂപ്പർ കാറാന്ന് തോന്നുന്നുണ്ട്. നമുക്കൊരു ഗൈസ്, നമുക്ക് ഈ വണ്ടി ഉണ്ടല്ലോ, നമുക്ക് ഈ വണ്ടി ടാക്സി ആക്കാം. നമുക്കിനി പണിയങ്ങ് തുടങ്ങാം. ലെറ്റ്സ് ഗോ. ഇപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ ടാക്സി പോലെ ആയത്. ഇത് നമ്മുടെ പണ്ടത്തെ ഇന്ത്യൻ ടാക്സി പോലെ ഇരിക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ അംബാസഡറും പ്രീമിയർ പത്മിനിയും ഒക്കെ ഇങ്ങനെയല്ലായിരുന്നു ടാക്സി, നമ്മുടെ ബ്ലാക്കും മഞ്ഞയും. ഇപ്പോഴാണ് എനിക്ക് ഇന്ത്യൻ ടാക്സിയുടെ വൈബ് കിട്ടണേ. നമുക്കിനി ഒരു പണി കൂടി ഉണ്ട്. ഇപ്പോഴാണ് ശരിയായേ. ഗൈസ്, ഇതല്ല വേറൊരു സംഭവമുണ്ട്. അയ്യോ, അതെവിടെയായിരുന്നു? ഈ റൂഫിലാണത്. ഇതാണ് ഗൈസ് എനിക്ക് വേണ്ടത്. ടാക്സിന്ന് പേരില്ലെങ്കിൽ ഇത് കണ്ട ടാക്സിയെന്ന് തോന്നില്ല ഗൈസ്. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. തോന്നുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇന്ന് നമുക്ക് ഏതെങ്കിലും സ്ഥലം എടുത്ത് അവിടെ നിന്ന് ആൾക്കാരൊക്കെ കയറ്റാം. നമുക്കേതായാലും ഈ സാൻഡൂൺ എന്ന് പറഞ്ഞ സ്ഥലം എടുക്കാം കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മുടെ ഗെയിം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വണ്ടിയിൽ കുറച്ച് ചെളിയുണ്ട് കേട്ടോ ഗൈസ്. നമുക്കത് പോയിട്ട് കഴുകാം. ആദ്യം തന്നെ വണ്ടി കഴുകിയിട്ട് നമുക്ക് ആൾക്കാരെ കയറ്റാം. ഇവിടെ ടാക്സി എന്നും പറഞ്ഞ് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കണവരായിരിക്കും. നമുക്ക് വേഗം ഇനി കാർ വാഷിലേക്ക് പോകാം. ഇവിടെ അടുത്ത് തന്നെ ഒരു കാർ വാഷ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് ആ കാർ വാഷ്. നമുക്ക് ഇവിടുന്ന് വണ്ടി അങ്ങ് കഴുകിയേക്കാം. ഓക്കെ, ഇപ്പോൾ വണ്ടി ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ ടാക്സിക്ക് ഒരു ചേച്ചി കണ്ട്. ചേച്ചി കയറിക്കോ. ലെറ്റ്സ് ഗോ. അയ്യോ, നമുക്ക് ഇങ്ങോട്ടല്ല ഗൈസ്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. ചെറുതായിട്ട് പണി പാളി. നമ്മുടെ സമയം കുറച്ച് പോയി ഗൈസ്. ഇങ്ങോട്ടേക്കാണ് വണ്ടി വളച്ച് ചേർത്തിയായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോകാമായിരുന്നു. അതിനിടയ്ക്ക് വണ്ടിയും കൊണ്ട് ഇടിച്ചു. നല്ല ഡാമേജ് ആയിട്ടുണ്ട് ഇപ്പോൾ. നമ്മുടെ ആദ്യത്തെ ഓട്ടത്തിൽ ഇത്. പിന്നെ നമുക്ക് വരുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് പോവാം. എനിക്കാണെങ്കിൽ ഇവിടെ ടാക്സി ഓടിച്ച അത്ര പരിചയമില്ല. ഈ ചേച്ചിക്ക് മരുഭൂമിയിലേക്കാണ് കേട്ടോ ഗൈസ് പോകേണ്ടത്. അവിടെ എന്താണാവോ ഉള്ള മരുഭൂമിയിൽ. ഇപ്പോൾ വണ്ടി ഉണ്ടെന്ന് പോസ്റ്റേ കയറിയാനെ. ഇപ്പോൾ തന്നെ വണ്ടിക്ക് നല്ല ഡാമേജ് ആയി. പിന്നെ ഈ ഗെയിമിൽ വണ്ടിക്ക് എത്ര ഡാമേജ് ആയാലും എൻജിൻ
എഞ്ചിനിൽ നിന്ന് പുക വന്നാലും വരെ ഈ വണ്ടി സ്ലോ ആവില്ല കേട്ടോ. നമ്മുടെ ബസ് സിമുലേറ്ററെ പോലെയൊക്കെ. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ഇതല്ലേ ഇതിൻ്റെ ലൊക്കേഷൻ. വണ്ടി ഡ്രിഫ്റ്റ് ആവുന്നുണ്ടല്ലോ സെറ്റപ്പായിട്ട്. ഇവിടെയാണ് ലൊക്കേഷൻ. നമുക്കിവിടെ വണ്ടി നിർത്താം. 172 CR കിട്ടി നമുക്ക്. നമ്മളേതായാലും നല്ല ലേറ്റ് ആയിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ജാഗ്രതയിലാണ്. കംപ്ലൈന്റ് നമുക്ക് ഈ എഞ്ചിൻ ഫിക്സ് ചെയ്യാം. നമ്മുടെ പിന്നെ എഞ്ചിൻ ഫിക്സ് പക്ഷെ ബോഡിക്ക് ഇപ്പോഴും നല്ല ഡാമേജ് ഫിക്സ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ടൂൾസൊക്കെ മേടിച്ചായിരുന്നു. നമുക്ക് എഞ്ചിൻ ഫിക്സ് ചെയ്യാൻ അതൊക്കെ മേടിച്ചത്. നമുക്കിനി വണ്ടി എടുത്തോണ്ട് പോവാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, നമ്മുടെ വണ്ടിയുടെ ഇത്ര നേരം നമ്മള് നമുക്കത് നമ്മുടെ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലായിരുന്നു. എഞ്ചിനെ നമ്മുടെ ഇന്ത്യയിലത്തെ പോലെ റൈറ്റ് സൈഡിലായിട്ട് ബോഡിക്കാണ്. പിന്നെ ഇതിന്റെ അകത്ത് ഇന്ത്യ ഉണ്ട് കേട്ടോ ഈ ഗെയിമില്. ഇവിടെ ഒരു ടാക്സിക്ക് ആളൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യയിൽ കളിക്കുമ്പോഴും നമ്മുടെ റൈറ്റ് സൈഡിലായിരിക്കും. അയ്യോ, അത് റിയലിസ്റ്റിക് പോലെയാണ്. ഇതെന്താണ് നമ്മുടെ വിദേശത്തൊക്കെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലല്ലേ കഴിച്ച് വെച്ചേക്കാം. പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് റൈറ്റ് സൈഡിലാണ്. അതേപോലെ തന്നെ ഒരു ഗെയിമിലും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടാക്സിക്ക് വേണ്ടി ഒരു ചേച്ചിക്കുണ്ട്. നമുക്കിനി യൂട്ടേൺ എടുത്ത് വേണം പോവാൻ. ഞാൻ പിന്നെ നമ്മുടെ എഞ്ചിൻ്റെ പവർ കുറച്ച് കൂട്ടിയായിരുന്നു. കുറച്ചല്ല, നല്ല പവർ കൂട്ടി. ഇപ്പോൾ V8 എഞ്ചിനാണ് വെച്ചേക്കണേ. നമുക്ക് വണ്ടിന് കത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ആരും ലേറ്റ് ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ വണ്ടി കൊണ്ടൊന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നല്ല ഡാമേജ് ആവും. പിന്നെ ഇവർക്ക് കംഫോർട്ട് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വണ്ടി കൊണ്ടൊന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അവരുടെ കംഫോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ പൈസയും കുറയും. ഇപ്പം നമുക്ക് എത്ര രൂപയാണ് ഉള്ള 933 CR ഉണ്ട്. നമ്മൾ വണ്ടി കൊണ്ടൊന്ന് ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസ കുറഞ്ഞുകൊണ്ടിരിക്കും. അവർ പൈസ കുറച്ചാണ് തരുള്ളൂ. പിന്നെ ലേറ്റ് ആയാലും അതെ. പറഞ്ഞില്ല, അപ്പോഴത്തേക്ക് ലേറ്റായി. ഇപ്പോൾ നമ്മുടെ പൈസ 466 CR ആയിട്ടോ ഗൈസ്. ഇതെവിടെയും ലൊക്കേഷൻ എനിക്ക് കാണാൻ പറ്റുള്ള. ഇവരെവിടെയൊക്കെ കൊണ്ടുപോയാണ് ഗൈസ് ഈ ലൊക്കേഷൻ വെച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ വന്നാൽ മതിയായിരുന്നു. ഞാനറിഞ്ഞു ഇത് എവിടെയാണ്. ഇവിടെ എവിടെയാണ് അത്? ഇതാണ് ഗൈസ്, ഇതാണ്. വണ്ടിക്ക് ബ്രേക്ക് കുറവാണ്. ഞാൻ എഞ്ചിൻ്റെ പവർ കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് കൂട്ടാൻ മറന്നുപോയി. ഈ പ്രാവശ്യം നമുക്ക് 435 CR ആണ് കേട്ടോ ഗൈസ് കിട്ടിയത്. ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് നല്ല ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ടാക്സിക്ക് ഒരു ആളുണ്ട്. അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റീരിയറിൽ ഓടിക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നല്ല ലുക്കുണ്ട്, നല്ല വ്യൂ കിട്ടുന്നുണ്ട് നമുക്കൊരു റിയലിസ്റ്റിക് പോലെ. ഇവിടെ ഒരു ചേച്ചിക്കുണ്ട്. ചേച്ചി ടാസ്കി നമുക്ക് ഇൻഡിക്കേറ്റർ എടുത്ത് നന്നായിട്ട് നിർത്താം. ചേച്ചി വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇനി ഓടിപ്പോകുമെന്ന് എനിക്കറിയാൻ പാടില്ല. വണ്ടി ഫുള്ള് ചളങ്ങിക്കൊണ്ടിരിക്കണേ. ഓക്കെ, നമുക്ക് ഈ ചേച്ചിനെ കയറ്റാം. ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുക്കണം ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് ഇപ്പോൾ ബസ്സിൽ കൊണ്ടുവന്ന് ഇടിച്ചേനെ. അങ്ങനെയാണെങ്കിൽ ഗൈസ് നമ്മുടെ പൈസ നോക്കി 476 CR ഉണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ സമയം ലേറ്റ് ആക്കാതെ പിന്നെ കംഫോർട്ട് കുറയ്ക്കാതെ ഇരുന്നാൽ നമുക്ക് അത്രയും പൈസ കിട്ടും. പക്ഷേ ഈ ടാക്സി മെഷീൻ കുറച്ച് പാടാണ് ഗൈസ്. പിന്നെ വണ്ടി ഇടിക്കാതെ ഓടിക്കാനും കുറച്ച് പാടാണ്. പിന്നെ സമയത്തിന് നമുക്ക് എത്തിക്കാൻ പറ്റും. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലേറ്റ് ആവില്ല ഗൈസ്, അതാണ് സീൻ. ഇവിടെ ഞാൻ 100-ലൊക്കെയാണ് പോണേ. ഇവിടെ എന്തോ ഒരു റൗണ്ട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇത് നമുക്ക് ഇതിക്കടെ ചുറ്റിക്കറങ്ങി വേണം പോവാൻ. മാപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഈ റോഡിലേക്ക് വേണം പോവാൻ, ലെഫ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇതെന്താണ് ഇത് കഴിയാത്ത? കുറേ നേരമായാലും ഞാൻ ഓടിക്കണു. ഞാനിവിടെ 140 ഉണ്ടോ കേസ് വണ്ടി പറപ്പിക്കണേ. ഇവിടെ നമുക്ക് ചെറുതായിട്ട് ബ്രേക്ക് ഓടിക്കുക, അല്ലെങ്കിൽ കൊണ്ടുപോയി വണ്ടി കയറ്റേണ്ടി വരും. ഇവിടെ ആ വട്ടത്തിലുള്ള ഒരു സംഭവമുണ്ട്. ഈ റോഡിൻ്റെ നടുക്ക് എന്തിനാണ് കേസ് ഇങ്ങനെ വെച്ചേക്കണേ? റോഡ് ഇങ്ങനെ ചുറ്റി കളഞ്ഞാണ് വെച്ചേക്കണേ. ചിലപ്പോൾ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും, എനിക്കറിയാൻ പാടില്ല എന്താണെന്ന്. നമ്മളിവിടെ അതിൻ്റെ അടുത്ത് എത്താറെന്ന് തോന്നുന്നുണ്ട്.
കുറേ നേരമായി ഞാൻ എന്തായാലും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്നത് കഴിയാത്ത ഗൈസ്. ആ ഇവിടെയാണ് ഗൈസ്, ഈ വളവിൻ്റെ ഇവിടെ ആയിട്ടാണ്. ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ കാണിക്കണേ? എവിടെയാണ്? ആ ഗൈസ് ഈ കാണുന്നതാണ്. ഓ എൻ്റെ പൊന്നെ ഗൈസ്, നമ്മളിപ്പോൾ അത് ലേറ്റ് ആവാണ്ട് എത്തിക്കേണ്ടതായിരുന്നു. ഒരു 10 സെക്കൻഡും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ എത്തിച്ചേനെ ഗൈസ്. ഞാനിവിടെ നമ്മുടെ വണ്ടിയുടെ അലോയും മാറ്റിയിട്ടുണ്ട്, പിന്നെ ബ്രേക്കും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വണ്ടി കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ട്, പിന്നെ ബ്രേക്കും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബ്രേക്കിൻ്റെ സംഭവത്തിന് റെഡ് കളർ ഉണ്ട് കേട്ടോ ഗൈസ്. ഈ റെഡ് കളറുള്ള ബ്രേക്കാണ് ഏറ്റവും പവർ കൂടിയ ബ്രേക്ക്. ഇവിടെ ടാക്സിക്ക് വേണ്ടി ഒരു ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിനി അതിൻ്റെ അടുത്തേക്ക് പോവാം. നമ്മുടെ പുറകിലാണ് കേട്ടോ ഗൈസ് അത്. നമുക്ക് ഇങ്ങോട്ടാണ് പോകണ്ടേ. ചേട്ടൻ എങ്ങോട്ടാ പോകണ്ടേ? ഓ ഇത് അപ്പൂപ്പരാണ് ഗൈസ്. അപ്പൂപ്പര എങ്ങോട്ടാ പോകണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൂപ്പ നമുക്ക് ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഓ ഈ സ്ഥലത്തിൽ എല്ലാ വഴിയും ഒരേപോലെയാണ് ഇരിക്കണം. ഇതന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ഓക്കെ, നമ്മളങ്ങനെ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് വേണം, റൈറ്റിലേക്ക് പോകാൻ പറ്റില്ല. ഓ ഇപ്പം തന്നെ ലേറ്റായി. നമ്മൾ അപ്പൂപ്പനെ അടി വാങ്ങിച്ച് കൂട്ടും. ഓ ഗൈസ്, നമ്മുടെ വണ്ടി ഇവിടെ ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോകണം. ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഡ്രാഗ് ട്രാക്ക്. ഇവിടെ നമുക്ക് സ്പീഡൊക്കെ ടെസ്റ്റ് ചെയ്യാം. ഇതാണ് ലൊക്കേഷൻ. ഇവിടെ നമുക്ക് വണ്ടി നിർത്താം. ഓ നമുക്ക് 206 CR ആണ് കിട്ടിയത് ഗൈസ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഞാൻ റിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വണ്ടി ഏതായാലും റിപ്പയർ ചെയ്തു. ഇവിടെ ടാക്സിക്ക് ഒരു ചേച്ചിയൊക്കെ ഉണ്ട്. ഇനി എന്തായാലും ഞാൻ ടാക്സി ഓടിക്കണില്ല, ഞാൻ മടുത്തു. ടാക്സി ആണെങ്കിൽ നമുക്ക് ഓടിക്കാൻ ഭയങ്കര പാടാണ്. ടാക്സി മെഷീൻ ഇപ്പോൾ വണ്ടി പിന്നെ ഡാമേജ് ആയനെ. ഇപ്പോൾ ഞാൻ വണ്ടി കഴുകുകയും ചെയ്തിട്ടുണ്ട്, പിന്നെ റിപ്പയറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാർ ഡ്രൈവിംഗ് ഓൺലൈൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണെന്നത് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കണില്ലേ, അതങ്ങ് അടിച്ച് പൊട്ടിച്ചേക്ക്. സീനൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ നല്ല കിടലിൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഗുഡ് ബൈ.